നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. അല്പസമയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സകല സത്യത്തിലും വഴി നടത്താൻ അപേക്ഷിക്കാം. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കാൻ അവിടുത്തെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. കൃപ വ്യാപരിക്കണം. യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ. ഇരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്ദ്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠ, ഉപദേശിമാർ, ഇവാഞ്ചലിസ്റ്റ്, സഭാമക്കൾ, പ്രത്യേകിച്ച് ഇന്ന് ഡീക്കൻ ഓർഡിനേഷനിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ കൂട്ടു സഹോദരന്മാരായിരിക്കുന്ന ഷൈജു, ആൽറിൻ, ആൽവിൻ, അവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, യേശു കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിന് സന്തോഷങ്ങളും പ്രമോദങ്ങളും ഈ പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷ കൃപ നിറഞ്ഞതായി തീരാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രിയ സഹോദരന്മാരോട് കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. പരസ്പരം അറിവുകൾ പങ്കുവെക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിലെ കൂട്ട് സഹോദരന്മാരായി മുൻപോട്ട് പോകാൻ നമ്മൾ പരസ്പരം പങ്കുവെച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ശുശ്രൂഷയ്ക്കും തിരുവചന ധ്യാനത്തിനുമൊക്കെ അവസരം നൽകുകയും പരിഗണിക്കുകയും ചെയ്ത അഭിവന്ദ്യ തിരുമേനിയോടും മഹാഡോഗ് ഓഫീസേഴ്സിനോടുമുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡീക്കൻ ഓർഡിനേഷന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടി വന്നിട്ടുള്ളത്. വളരെ മിടുക്കന്മാരായി 3 പേരും പഠിച്ചു. ക്ലാസ്സുകളിലൂടെ അവരുടെ റെസ്പോൺസിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ചിന്തിക്കുന്ന തലച്ചോറുകളും വായിക്കാനുള്ള മനസ്സും സമൂഹത്തെയും ചുറ്റുപാടുകളെയും സസൂക്ഷ്മം വീക്ഷിക്കാനുള്ള ഒബ്സർവേഷൻ സ്കിൽനെസ്സും നിങ്ങൾക്ക് 3 പേർക്കുമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇന്ന് മുൻപോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെന്ന്, എങ്ങനെയായിരിക്കണം നമ്മുടെ ശുശ്രൂഷയുടെ മാനങ്ങളെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡീക്കൻ, ഡിയക്കനോസ് എന്നൊരു വേർഡ് അത് ടേബിൾ സെർവൻ്റ് എന്നുള്ള അർത്ഥത്തിൽ കാണുന്നു. മേശമേൽ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലർജി പാറ്റേണിൽ ഏറ്റവും താഴെ നിൽക്കുന്ന, ഇനി അതിൽ നിന്നാണ് പ്രസ്ബിറ്റർ ആകുന്നത്, പിന്നെ മുകളിലേക്കൊക്കെ പോകുന്നത്. എന്തു തന്നെ ആയിരുന്നാലും വിളിച്ച് വേർതിരിക്കപ്പെട്ടൊരു കൂട്ടത്തിൻ്റെ കണ്ണികളാണ് നിങ്ങൾ 3 പേരും. അതിന് നിമിത്തങ്ങളുണ്ട്. നിങ്ങൾക്ക് ജന്മം തന്ന ഒരു ദൈവാലയമുണ്ട്. നിങ്ങളെ സൺഡേ സ്കൂളിലൂടെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. നിങ്ങളെ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിച്ചിരിക്കുന്ന ഗുരുനാഥന്മാരുണ്ട്. ഒരു സഭയുണ്ട്, ഒരു മഹായിടവകയുണ്ട്. അവരെയൊക്കെ എന്നും ഓർത്തുകൊണ്ട് അവരുടെ ഒക്കെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ഉറപ്പായതുകൊണ്ടും ദൈവം കേട്ടതുകൊണ്ടുമാണ് ഞങ്ങളെ വിളിച്ചത്, വേർതിരിക്കപ്പെട്ടത് എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. പിന്നെ പറഞ്ഞിരുന്നു, വിശ്വസ്തരെന്ന് കണ്ടവരെ ആണ് കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മക്കൾ വിശ്വസ്തരെന്ന് ദൈവം കണ്ടതുകൊണ്ട് ഞങ്ങളെ മക്കളെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ സ്തോത്രമെന്ന് എന്നും പറയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവസരം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന് നമുക്കുമായി പറയട്ടെ. ഒരു സമർപ്പണമാണ്. ലാഭേച്ഛ കൂടാതെയുള്ളൊരു മുന്നേറ്റത്തിൽ പ്രതിസന്ധികൾ, വൈതരണികൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ, അങ്ങനെയുള്ള ഒരു യാത്രയിൽ നിങ്ങൾ ജീവിതം സമർപ്പിച്ചവരാണ്. ബോധ്യമുണ്ടാവുക, ബോധമുണ്ടാവുക. ആ ഒരു
അനുഭവത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ മനസ്സൊരുക്കമുള്ളവരാകുക. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതുണ്ടാകും, അപ്രതീക്ഷിതമായിട്ടുള്ളതുണ്ടാകും, ശുശ്രൂഷയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകളുള്ളതുണ്ടാകും. ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ മനസ്സൊരുക്കത്തോടെ വന്നവരാണല്ലോ. ആ ഒരു ക്രിസ്തുവിൻ്റെ പാത എപ്പോഴും അന്വേഷിക്കാനും അതിനനുസരിച്ച് മുൻപോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കണം. പ്രവൃത്തി പദമുണ്ട്. ആ പ്രവൃത്തി പദത്തിൽ നിങ്ങൾ പിൻഗാമികളാണ്. ആരുടെ പിൻഗാമികളാണ്? കർത്താവായ യേശുവിൻ്റെ പിൻഗാമികളാണ്. ക്രിസ്തുവിന് ലഭിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ചിന്തിക്കരുത്. ക്രിസ്തുവിന് ലഭിക്കാത്ത ഏതെങ്കിലുമൊക്കെ സുഖങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. ക്രിസ്തു ഇങ്ങനെ ഫേസ് ചെയ്ത പ്രോബ്ലങ്ങളൊന്നും ഞങ്ങളിൽ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കരുത്. ക്രിസ്തു ആകാനും ശ്രമിക്കരുത്. ക്രിസ്തുവിനെ പോലെയാകാൻ നിങ്ങൾ 3 പേരും നിങ്ങളുടെ ശുശ്രൂഷകളിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ക്രിസ്തുവാകാൻ നമുക്ക് സാധിക്കില്ല. ആരും ക്രിസ്തുവാകാൻ ശ്രമിക്കുകയും ചെയ്യരുത്. പകരം ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ സ്നേഹം, അങ്ങനെയുള്ള ഒരു പ്രവൃത്തി പദം ആദ്യമേ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അതൊരു രാജകീയ പുരോഹിത വർഗത്തിന്റെ അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു രാജകീയ പുരോഹിത വർഗമായി നിൽക്കാനുള്ള അവകാശം അഭിമന്യ തിരുമേനിയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ഹിതത്താൽ, ക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പിനാൽ നിങ്ങൾക്ക് ഇന്നു മുതൽ ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരല്ല. ഞാനത് പറയുകയുണ്ടായി. സാധാരണക്കാരിൽ നിന്ന് അസാധാരണമായ വിധം ജീവിക്കാൻ നിങ്ങൾ ഒരുക്കപ്പെടുകയാണ്. സാധാരണക്കാരെ പോലെ സംസാരിക്കാതെ, സാധാരണക്കാരെ പോലെ ഇടപെടാതെ, ഒരു വിളിച്ച് വേർതിരിക്കപ്പെട്ട ശുശ്രൂഷക്കാരെന്ന നിലയിൽ അസാധാരണമായ വിധം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ട മുഹൂർത്തങ്ങളുണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ടത് രാജകീയ പുരോഹിത വർഗത്തിന്റെ അനുഭവത്തിലുള്ളവരാണ്. ദൈവിക ശുശ്രൂഷയ്ക്കാണ് നിങ്ങൾക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? നിയോഗം ലഭിച്ചിട്ടുള്ളത്. അയച്ചിരിക്കുന്ന ദേശങ്ങളിലും അയച്ചിരിക്കുന്ന സഭകളിലും ആളുകളുടെ എണ്ണം നോക്കാതെ, സഭയുടെ വലിപ്പം നോക്കാതെ, ദൈവാലയത്തിന്റെ ഭംഗി നോക്കാതെ, എങ്ങനെയാണോ ദൈവിക ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് ക്രിസ്തുവിൻ്റെ സാമീപ്യം തമ്മിലുണ്ടാവുക, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളിലേക്ക് വരികയും ചെയ്യുക. അപ്പോൾ ആരാണ് ദൈവിക ശുശ്രൂഷ? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ആരാണ് ദൈവിക ശുശ്രൂഷകരെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കേണ്ട സമയങ്ങളിൽ ആരാണ് ദൈവിക ശുശ്രൂഷകർ? ഒരു ചോദ്യമാണ്. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തിരിച്ചറിയേണ്ട കാര്യമാണ്. ദൈവ വിളിക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് ദൈവിക ശുശ്രൂഷകർ. ദൈവ വിളിക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അതിലെ പ്രതികൂലങ്ങൾ നേരിടാനും, അതിലെ നഷ്ടങ്ങൾ സ്വീകരിക്കാനും, അതിലെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങാനും, അതിലെ മാനസിക വ്യതകൾ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷക്കാരായി ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പറയാൻ, ദൈവ വിളിക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ശുശ്രൂഷ എന്നുള്ളതാണ്. ശുശ്രൂഷകർ ആരാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശുശ്രൂഷ എന്നുള്ളതാണ്. എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇടയ മനോഭാവത്തിലുള്ള സേവനമാണ്. ഇടയ മനോഭാവത്തിലുള്ള സേവനത്തിന്റെ പേരാണ് ഇടയ ശുശ്രൂഷ. ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ക്രൈസ്തവ കൂട്ടം എന്ന് പറഞ്ഞാൽ, ദൈവവിളി സ്വീകരിച്ചവരെന്ന് പറഞ്ഞാൽ ഇടയ മനോഭാവം എന്നുള്ളതാണ്. ആ ഒരു ഇടയ മനോഭാവത്തിൽ സഞ്ചരിക്കാൻ മുൻപോട്ട് പോകുന്നതാണ് ദൈവിക ശുശ്രൂഷ. അപ്പോൾ ആരാണ് ഇടയൻ എന്നുള്ളൊരു ചോദ്യം തീർത്തും പ്രസക്തമാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം ഉണ്ടാകും. യഹോവ, നിങ്ങൾ പറഞ്ഞോ, എൻ്റെ ഇടയനാകുമെന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ സങ്കല്പം കുഞ്ഞുനാളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ ഓർഡൈൻ ചെയ്യപ്പെടുമ്പോൾ, അഭിമന്യ തിരുമേനിയാൽ നിങ്ങൾക്ക് കൈവപ്പ് ലഭിക്കുമ്പോൾ അതിനെ കുറെ കൂടിയൊക്കെ എന്താണ് ഒന്ന് വിശകലനം ചെയ്ത് മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആരാണ് ഇടയൻ എന്ന് ചോദിക്കുമ്പോൾ ഇത്രമേ അതിന് ഉത്തരം ഉണ്ടാകാൻ പാടുള്ളൂ. ലാഭേച്ഛ കൂടാതെ ആടുകളെ അല്ലെങ്കിൽ സഭയെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആരാണ്? സഭ. ലാഭേച്ഛ കൂടാതെ ആ സഭയെ നയിക്കാൻ ഒരുങ്ങി പുറപ്പെടുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ആര്? ഇടയൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബഹുമാനമുള്ള സിനോജ് അച്ഛൻ വായിച്ച ആ ഗോസ്പലിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ നല്ല ഇടയൻ. രണ്ടാമത് പറയുന്നതാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, ഡീക്കന്മാരാകാൻ പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നല്ല ഇടയൻ എന്ന് പറയുന്നത്
അപ്പുറത്തേക്ക് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ആടുകളുടെ രക്ഷകന്റെ പേരാണ് ഇടയൻ എന്നുള്ളത്. ആടുകൾക്ക് ദിശ മനസ്സിലാക്കി കൊടുക്കുന്നവരുടെ പേരാണ് ഇടയൻ എന്നുള്ളത്. ദിശ തെറ്റുന്നവരെ ദിശയിലേക്ക് കൊണ്ടുവരുന്നവരുടെ പേരാണ് ഇടയർ എന്നുള്ളത്. സഭ തിരുമേനി നിങ്ങൾക്ക് തരുമ്പോ, ഡിപ്പാർട്ട്മെന്റ് തിരുമേനി നിങ്ങൾക്ക് തരുമ്പോ, മിഷൻ ഫീൽഡ് തിരുമേനിയും PMC നിങ്ങൾക്ക് തരുമ്പോ ദിശ തെറ്റാത്തവരുടെ പിന്നാലെ നടക്കരുത്. ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുകളിലും പ്രവൃത്തികളിലും ഇടറിയവരാരാണോ പതറിയവരാരാണോ, ജീവിത മുന്നേറ്റങ്ങളിൽ ഒരുപാട് താളപ്പിഴകൾ ഉണ്ടായതാരാണോ, ആരുമില്ലാത്തവരാരാണോ, ദുഃഖത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ജീവിതം കൊണ്ടുപോയതാരാണോ, ഒന്ന് കേൾക്കാൻ ആളില്ലാതെ പോയവരാരാണോ, ഒന്ന് ഉറങ്ങാൻ ഒരു വീടില്ലാതെ പോയവരാരാണോ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കുന്നവരാരാണോ, അവരുടെ അരികിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾ ആരായിത്തീരുന്നത്, നമ്മൾ ആരായിത്തീരുന്നത്, നമ്മൾ ഈ കൂട്ടമാരായിത്തീരുന്നത്, ഇടയരായിത്തീരുന്നത്. അപ്പൊ അതുകൊണ്ട് ദിശ തെറ്റുന്നവരെ തിരുത്താൻ, ബലിയാകാൻ മനസ്സിന് ബലമുള്ളവരുടെ പേരാണ് ഇടയൻ എന്നുള്ളത്. ബലിയാകുന്നതിന് വേണ്ടി മനസ്സിന് എന്തുണ്ടായിരിക്കണം, ഒരു ബലമുണ്ടായിരിക്കണം. ആ ബലമുള്ളവരുടെ പേരാണ് എന്ത്, ഇടയൻ എന്നുള്ളത്. അതുകൊണ്ടാണ് കാണാതെ പോകുമ്പോൾ വ്യതയുണ്ടാകണം. 99 എണ്ണത്തിനെ കണ്ടപ്പോ യേശു സന്തോഷിച്ചില്ല, കഥ പറഞ്ഞപ്പോ ആ ഇടയൻ സന്തോഷിച്ചില്ല. പിന്നെ എന്താ ഉണ്ടായത്, ഏതിനെ ഓർത്താ ദുഃഖിച്ചത്, ഒന്നിനെ ഓർത്താണ് ദുഃഖിച്ചിട്ടുള്ളത്. 99 എണ്ണം മുന്നിൽ വന്ന് നിന്നപ്പോഴും ഒന്നിനെ ഓർത്ത് ദുഃഖിച്ച ഒരു കഥ ക്രിസ്തു പറയുന്നു. 10 പേർക്ക് സൗഖ്യം കൊടുക്കുന്നു കുഷ്ഠരോഗികൾക്ക്. 9 പേരും കൺമുമ്പിൽ ഒരാൾ വന്ന് നിന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് 9 എണ്ണമായിരുന്നു. ചോദിക്കുന്ന ചോദ്യം എവിടെയാണ്, 9 പേർ എവിടെ എന്നുള്ളതാണ്. നഷ്ടപ്പെടലുകൾ എന്നും ദുഃഖമാണ്. ആ ദുഃഖത്തിന്റെ അനുഭവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഇടയ തുല്യരായി തീരുന്നത്. എന്തിലാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിനെ തിരിച്ചു പിടിക്കലാണ്. അതുകൊണ്ട് സ്വാർത്ഥതയെ നിസ്വാർത്ഥത കൊണ്ട് മറികടക്കുന്നവർ ഇടയ അനുഭവത്തിലാണ്. വ്യക്തി താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തി പ്രാപിച്ചവർ എന്താണ്, ഇടയ അനുഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബലിയേകാൻ മനസ്സിന് എന്തുണ്ടായിരിക്കണം, കാരണം നിങ്ങളുടെ ആത്മബലം കെടുത്തുന്ന നിമിഷങ്ങളുണ്ടായിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ പരിഹാസത്തോടുകൂടെ കാണുന്ന നിമിഷങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യാത്തതും പറയാത്തതും ചെയ്തുകൊണ്ട് നിങ്ങളെ മാനസികമായി തളർത്തുന്നവരും തകർത്തുന്നവരും ഉണ്ടാകും. അവിടെയാണ് ബലമെന്നുള്ളത് ക്രിസ്തുവിന്റെ കൃപയുടെ പേരാണ്. ബലമെന്നുള്ളത് വചനത്തിന്റെ ബലത്തിന്റെ പേരാണ്. ബലമെന്നുള്ളത് പ്രാർത്ഥനയുടെ ശക്തിയുടെ ബലമാണ്. ബലമെന്നുള്ളത് പരിശുദ്ധാത്മാ സാമീപ്യത്താൽ സഞ്ചരിക്കുന്നതിന്റെ പേരാണ്. ഇടയനാകുമ്പോൾ വ്യക്തി താല്പര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തി പ്രാപിച്ചിരിക്കണം. യഹൂദന്റെ പശ്ചാത്തലത്തിൽ ആടുകളെ ഇങ്ങനെ ഓടിച്ചു ഗുഹയിലേക്ക് കയറ്റുകയാണ്. ആടുകളെ ഓടിച്ചു ഗുഹയിലേക്ക് കയറ്റിയിട്ട് ഗുഹയുടെ കവാടത്തിൽ ആര് കിടക്കുന്നു, ഇടയൻ കിടക്കുന്നു. ആട് പുറത്തേക്ക് പോകുമ്പോ ഇടയനെ ചവിട്ടും. ആടിനെ പിടിക്കാൻ വന്യമൃഗങ്ങൾ അകത്തേക്ക് കയറുമ്പോഴും ആരെ ചവിട്ടും, ഇടയനെ ചവിട്ടും. എങ്ങനെ നോക്കിയാലും ചവിട്ട ആർക്ക് ഉറപ്പാണ്, ഇടയന്. മറ്റുള്ളവർക്ക് വേണ്ടി ചവിട്ടേൽക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ ഏറ്റുകൊണ്ടും അവയെ ദിശയിലേക്ക് നയിക്കാൻ നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഇടയ അനുഭവം. അപ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ടാകും, നിങ്ങളുടെ ശുശ്രൂഷയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പരിഹാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ കൂട്ടമായി നിൽക്കുന്ന ഈ സഭാമക്കൾ ചിന്തിക്കേണ്ടത്, വിളിച്ചവൻ വിശ്വസ്തനാകുന്നത് പോലെ പിന്നെ വിളിക്കപ്പെട്ട നമ്മളും വിശ്വസ്തയോടെ മുൻപോട്ട് പോവുക. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഒന്നിൽ ആപേക്ഷ കൂടാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. ആ പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിലൂടെ. അത് പല ഭാഗങ്ങളിലൂടെ പല രൂപത്തിലുമാണ് ആ പ്രലോഭനങ്ങൾ നമ്മുടെ അരികിലേക്ക് വരുന്നത്. ലാഭമോഹങ്ങളാണ് പ്രലോഭനങ്ങളിലേക്ക് വീഴുന്നതിന്റെ ഏക അനുഭവം എന്നുള്ളത്. അപ്പൊ ലാഭമില്ലാതെ ജീവിക്കാൻ ഒരു നിമിഷം എന്നുള്ളതല്ല, ഒരു പുരുഷായുസ് മുഴുവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിരാശയിലുള്ളവർക്ക് പ്രത്യാശയായി തീരാൻ ഇടയന് സാധിക്കണം. ഞാനത് എഹെസ്കേൽ പ്രവചന്റെ പുസ്തകം 33-ാം അധ്യായമാണ് ഇവിടെ വായിച്ചതെങ്കിൽ 34-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളത് ഓർത്ത് വെക്കണം. ഇതൊരു ഓൺലൈൻ സർവീസ് ആണ്. നിങ്ങൾ ശുശ്രൂഷയിലേക്ക് പോവുകയാണ്. ആ വാക്കുകളൊക്കെ നിങ്ങളും ഞങ്ങളും എന്ത് ചെയ്യണം, ഓർത്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ, പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു.
അപ്പോ ഒരു ഇടയനല്ലാതെയാകുമ്പോൾ എന്ത് ചെയ്യുക എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാകും? ബലഹീനമായതിനെ ശക്തീകരിക്കില്ല, ദീനം പിടിച്ചതിനെ ചികിത്സിക്കില്ല, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടില്ല, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയില്ല, കാണാതെ പോയതിനെ അന്വേഷിക്കുകയില്ല, കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിക്കും. ഇടയൻ എന്നുള്ളത് സഭയെ അറിയുക, ഇടയൻ എന്നുള്ളത് സഭയെ അറിയുക, ആട്ടിൻ കൂട്ടത്തെ അറിയുക, സഭാ മക്കളെ അറിയുക. ഉയർന്നവന്റെ വീടും ഉയർന്നവന്റെ ഭക്ഷണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഉയർന്നവന്റെ വീടും ഉയർന്നവന്റെ സാഹചര്യവും അറിയുന്നതും പോകുന്നതും നല്ലത് തന്നെ. പക്ഷേ ഒരു കോളനി ഉണ്ടെങ്കിൽ, ഒരു ചേരി ഉണ്ടെങ്കിൽ, ഒന്നുമില്ലാത്തവൻ ആ സഭയിലുണ്ടെങ്കിൽ അവന്റെ പേര് കൂടി പഠിക്കാൻ, അവരുടെ വീട്ടുകാരെ കൂടി പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. അവിടെയാണ് സഭയെ അറിയുക, സഭാമക്കളെ മനസ്സിലാക്കുക. അവരെ എന്താണ് ഒരു മനസ്സിലാക്കാൻ ആളില്ലാതെ പോകുന്നതാണ് എല്ലായിടത്തും ഉള്ള പ്രശ്നം. ദാമ്പത്യത്തിലുള്ള പ്രശ്നം, സഭയിലുള്ള പ്രശ്നം, സമൂഹത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കാൻ ആളില്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, മനസ്സിലാക്കി മുൻപോട്ട് പോകുക, ശുശ്രൂഷ നിർബടിയായി ചെയ്യുക. അവിടെയാണ് ഈ നിരാശയിലുള്ള ആളുകൾക്ക് പ്രത്യാശ. ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനമായതിനെ എന്ത് ചെയ്യണം? ചികിത്സിക്കണം. ദീനം എന്നുള്ളത് ഒരു പനിയായിട്ടും ഒരു രോഗമായിട്ടും ഒരു കോവിഡ് വന്നതായിട്ടും ജലദോഷമായിട്ടും ഒന്നുമല്ല കാണേണ്ടത്. മനുഷ്യൻ്റെത് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദീനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശാരീരികമാകാം, അത് മാനസികമാകാം, സാമൂഹികമാകാം, സാമ്പത്തികമാകാം, കുടുംബപരമാകാം, ദാമ്പത്യപരമാകാം, ജോലിപരമാകാം, ആസക്തിപരമാകാം. പല തരത്തിലുള്ള ദീനങ്ങളിൽ മനുഷ്യരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഇവരെയാണ് നിങ്ങൾ അറിയേണ്ടത്. ഇവരെയാണ് നമ്മൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ ക്ലാസ്സിലും പറഞ്ഞ് ലിസണറാകാൻ നമുക്ക് ശ്രമിക്കണം. നമ്മുടെ അനീഷ് കുര്യൻ അച്ഛനെ പോലുള്ള കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ലിസണറാകുക എന്നുള്ളത് ഒരുപാട് ഒരാൾ പ്രയാസം പറയാൻ വരുമ്പോ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയരുത്. നിങ്ങൾ ഇപ്പൊ പോയിക്കോ, ദൈവം ഒരു അത്ഭുതം കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയരുത്. പിന്നെ എന്താണ്? നിങ്ങൾ കേൾക്കണം, അവരുടെ പ്രയാസങ്ങൾ കേൾക്കണം, എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് കേൾക്കണം. അവിടെയാണ് ഈ ഒരു ദീനമായതിനെ ചികിത്സിക്കുന്ന ഇടയന്മാരായി നിങ്ങൾ പോകുന്നത്. തളർന്നവർക്ക് എന്താകുന്നു? തണലാകാൻ നിങ്ങൾക്ക് സാധിക്കണം. തളർന്നു പോകുന്നവർക്ക് തണലാകാൻ നിങ്ങൾക്ക് സാധിക്കണം. തണൽ എന്ന് പറയുന്നത് മരത്തിന്റെ ഇല ഏറ്റുവാങ്ങുന്ന വെയിലിന്റെ പേരാണ് തണൽ എന്നുള്ളത്. ഇപ്പുറത്തൊരു തണലുണ്ടെങ്കിൽ ഒരു മരമുണ്ട്, ഇവിടെ ഒരു തണലുണ്ട്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ ഇല ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വെയിലിന്റെ ചൂടേറ്റ് വാങ്ങിയത് കൊണ്ടാണ് ഇപ്പുറം എന്തുണ്ടാകുന്നത്? തണലുണ്ടാകുന്നത്. തണൽ എന്ന് പറയുന്നത് വേദന ഏറ്റുവാങ്ങുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റിന്റെ പേരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തളർന്നവർക്ക് തണലാകുന്നവരാണ് ഇടയർ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എന്റെയും നിങ്ങളുടെയും ശുശ്രൂഷയിൽ ആ ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. കാരണം സഭാ പൗരോഹിത്യ ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്, സഭാ സാമൂഹിക ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്. സഭ ശുശ്രൂഷകനാൽ സൗഖ്യപ്പെടേണ്ടതിന്റെ പേരാണ് ചർച്ച് എന്നുള്ളത്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ സഭ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് ആക്ഷരികമായി നിങ്ങൾ പറയരുത്. പിന്നെ സഭ എന്താണെന്ന് ചോദിക്കുമ്പോൾ സഭാ ശുശ്രൂഷകനാൽ എന്ത് ചെയ്യപ്പെടേണ്ടതാണ്? സംരക്ഷിക്കപ്പെടേണ്ട, സൗഖ്യമാക്കപ്പെടേണ്ട ഒന്നിന്റെ പേരാണ് എന്ത്? സഭ എന്നുള്ളത്. അപ്പൊ സഭാ ശുശ്രൂഷകൻ എന്നുള്ളത് സഭയുടെ മുറിവ് ഉണക്കുന്നവരുടെ, സഭാമക്കളുടെ വേദന ഇല്ലായ്മ ചെയ്യുന്നവരുടെ, സഭാമക്കളുടെ പ്രത്യാശ ഉയർത്തുന്നവരുടെ, സഭാമക്കളുടെ അനാഥത്വം സനാഥത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഉടമകളുടെ പേരാണ്. ഒടിഞ്ഞതിന് മുറിവ് കെട്ടാനും ചിതറിപ്പോയതിനെ ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കണം. പകരത്തിന് പകരം എന്ന് ഉള്ള അർത്ഥമല്ല. പിന്നെ എന്താണ്? രണ്ടായതിനെ ഒന്നാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അവയവങ്ങൾ നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് കാണാതെ പോയതിനെ കണ്ടെത്താൻ, അന്വേഷിക്കാനുള്ള ഒരു ത്വര. പള്ളിയിലേക്ക് ഒരാൾ വന്നില്ലെങ്കിൽ, സ്ഥിരമായിട്ടൊരാൾ മുടങ്ങുന്നു എങ്കിൽ, കാരണം നമുക്കറിയില്ല എങ്കിൽ, ഒന്ന് താഴാൻ യോഹന്നാൻ സ്നാപകനാകാനുള്ള വിളി കൂടി ഇന്ന് ഈ ദിനം നിങ്ങൾക്കുണ്ട്. യോഹന്നാൻ സ്നാപകനാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോ ഉയർന്നു വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കുറയണം എന്നുള്ളതാണ്. അവനോ വളരണം, ഞാനോ കുറയണമെന്നുള്ള ആ ഒരു അനുഭവത്തിൽ വരാൻ നമുക്ക് സാധിക്കണം. അതിന് ഭവന സന്ദർശനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സഭകളിലെ വീട്ടുപ്രാർത്ഥനകൾ, ഇതൊക്കെ അതിന് കാരണമാകുന്നുണ്ട്. ക്രിസ്തുവിന്റെ മിനിസ്ട്രി അതാണ്. ചെന്ന് കാണുക, സംസാരിക്കുക, പ്രാർത്ഥിക്കുക, ചേർത്ത് പിടിക്കുക. പാർസനേജിൽ ഇങ്ങനെ അടയിരിക്കരുത് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഒരു രത്നച്ചുരുക്കം. നമുക്ക് പോകാനും കാണാനും സഞ്ചരിക്കാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മെ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവിടേക്ക് നിങ്ങൾ
ചെന്ന് മുൻപോട്ട് പോവുക. ക്രൂരതയുടെ ഒരു സംഭവങ്ങളും ഉണ്ടാകരുതെന്നാണ് ആ പ്രവാചകൻ നമ്മോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെർമൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹപ്പെട്ട നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾ എന്നും വിശ്വസ്തരായിരിക്കുക, എന്നും വിശ്വസ്തരായിരിക്കുക. വെള്ളിക്കരണ്ടികളോ അതിൽ നിന്നുള്ള ഒരുപാട് ഗുണങ്ങളോ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ ഓർത്തിട്ടുമല്ല ഇങ്ങനെ ഞാനും നിങ്ങളും വന്നിട്ടുള്ളത്. അയോഗ്യരെ യോഗ്യരാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എന്നെ നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് വിശ്വസ്തരായിരിക്കും. ഒരു രാജാവ് വിത്ത് കൊടുക്കുന്നുണ്ട്. പോകുമ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ രാജാവ് വിത്ത് കൊടുക്കുമ്പോൾ ആ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ആരുടെ പൂച്ചട്ടിയിലാണോ മനോഹരമായ പുഷ്പമുള്ളത് അവരെ ഞാൻ മന്ത്രിയാക്കുമെന്നാണ് പറയുന്നത്. എല്ലാവരും അതിനുവേണ്ടി നെട്ടോട്ടമോടുന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജാവ് വന്നിങ്ങനെ നോക്കുമ്പോൾ ഓരോ ആളുകളുടെയും പൂച്ചട്ടിയിൽ മനോഹരമായ പൂക്കളുണ്ട്, വലുതും ചെറുതുമായ പൂക്കളുണ്ട്. ഒരു പൂവിൽ തന്നെ ഡിഫറെന്റ് കളറുകളുള്ള പൂക്കളുണ്ട്. അപ്പോ രാജാവ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോയിട്ട് ഒരു ചട്ടിയിൽ എന്തില്ല, ഒന്നുമില്ല. ഒരു ചെടി പോയിട്ടൊരു പുല്ല് പോലും ഇല്ലാത്ത അനുഭവത്തിൽ ഒരു ചട്ടി ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. അതിന്റെ ആ ചട്ടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരാള് ആകെ പ്രയാസപ്പെട്ട് നാണം കെട്ടൊക്കെയുള്ള അയാൾ ഇരിക്കുന്നത്. കാരണം എന്താ, മൊത്തം എന്താണ്, വളരെ കളർഫുൾ ആയിട്ടുള്ള ചട്ടി ചെടിയൊക്കെ കാണുന്നത്. അയാൾ ഇങ്ങനെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഇപ്പൊ കൊല്ലുന്നുള്ള കാര്യം ഉറപ്പല്ലേ, രാജാവല്ലേ. ഗുരു ഞാനാണെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കി. ആ വിത്തുകളെല്ലാം തന്നെ ചൂടുവെള്ളത്തിലിട്ടതായിരുന്നു. അതുകൊണ്ട് രാജാവ് വരുമ്പോൾ പുതിയ വൃക്ഷങ്ങളും ചെടികളും കാണിക്കുന്നതിന് വേണ്ടി എവിടെ നിന്നൊക്കെ വിത്ത് കൊണ്ടെന്ന് നട്ടവരാണ് മറ്റുള്ളവർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, വിശ്വസ്തരായിരിക്കുക. കഴുത്തൊക്കെ അങ്ങോട്ട് പോകുന്നൊക്കെ തോന്നും നമുക്ക് ഈ ശുശ്രൂഷയില്. കുടുംബത്തൊക്കെ അങ്ങനെ പിളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന കടൽമാക്രികളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കടൽമാക്രിയുടെ പ്രത്യേകത എന്താ? കടൽമാക്രി വലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ വലയും മുറിക്കും, മീനിനെയും മുറിക്കും. വല നഷ്ടപ്പെട്ടു, മുറിഞ്ഞ മീനിന്റെ മാർക്കറ്റിൽ എന്തില്ല, വിലയില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന് അത് കൊടുക്കുമ്പോൾ വിശ്വസ്തനായി എന്നുള്ളതാണ്. വിശ്വസ്തരായിരിക്കുക. അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ആ മുൻപോട്ട് നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ, സെക്കൻഡ് റീഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, 1 പത്രോസ് 5:2 എന്താ, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെ എന്ന് പറയുന്നുണ്ട്. ദുരാഗ്രഹം വരുന്നിടത്ത് വിശ്വസ്തതയില്ല. ശരീരത്തിന്റെ നിഗൂഢ സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നിടത്ത് ദാമ്പത്യം തകരുന്നു. സഭയുടെ കൃത്യമായ കെട്ടുറപ്പുകൾ നഷ്ടപ്പെടുന്നു. എന്ത് ഇല്ലാതെ പോകുമ്പോ, ഈ വിശ്വസ്തത ഇല്ലാതെ പോകുമ്പോ. ആൽവിനോട്, ആൻഡ്രിനോടും പിന്നെ ഷൈജു എന്ന് പറയുന്ന എന്റെ കൂട്ടു സഹോദരന്മാരോട് പറയാനുള്ളത്, അങ്ങ് പോകുകയാണെങ്കിൽ പോകട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മൾ ഓർഡൈൻ മിനിസ്ട്രിയിലുള്ളവരായി തീരുന്നത്. മറ്റൊന്ന്, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഏറ്റവും വിശുദ്ധിയുള്ളവരായി തീരുക. ഞാൻ പറയുന്നത് ഇതാണ്, ഇതിനു മുമ്പ് നിങ്ങളുടെ അത് പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുകയാണ്. പാല് ചെളിവെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ആ പാല് ഏതിനോട് ചേരുന്നു? പാല് ചെളിവെള്ളത്തിൽ ഒഴിക്കുമ്പോൾ ആ പാല് ചെളിവെള്ളത്തോട് ചേരുന്നു. അതേ പാലിൽ നിന്നാണ് വെണ്ണയുണ്ടാക്കുന്നത്. ആ വെണ്ണ ചെളിവെള്ളത്തിൽ ഇട്ടാല് ആ വെണ്ണ ചെളിവെള്ളത്തോട് ചേരില്ല എന്നുള്ളതാണ്. ചെളിവെള്ളത്തോട് ചേരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ചേരാത്തിടത്ത് ചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചേർക്കുന്നിടത്ത് ചേർക്കാൻ ക്രിസ്തുവുണ്ടെന്ന് ഓർക്കുക. ചേരാത്തിടത്ത് ചേർക്കാമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചേരുന്നിടത്ത് ചേർക്കാൻ ഞങ്ങളുടെ ക്രിസ്തുവുണ്ടെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ട് ജീവൻ കൊടുക്കുന്നൊരിടയനാവുക, തണലാകുന്നൊരിടയനാവുക, വിശ്വസ്തരായ ഇടയരായി തീരുക, വിശുദ്ധിയുള്ള ഇടയരായി തീരുക. 84-ാമത്തെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അതില് അവസാന ഭാഗത്തൊക്കെ പറയുന്നുണ്ട്, യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെയിറ്റ് വേ, അതിനിടയിൽ കാണുന്ന സിഗ്നൽ റെഡ് ആണെങ്കിൽ നിർത്തിയേക്കുക. അത് പച്ചയാണെന്ന് പറഞ്ഞ് ആര് വന്നാലും അവിടെ നിർത്തിയേക്കുക. എന്താണ്? റെഡ് ആണ്. മഞ്ഞയെങ്കിലും ആയാൽ ഞങ്ങൾ മുൻപോട്ട് പോകാം, ഞങ്ങൾ സ്ട്രെയിറ്റ് വേയിലാണെന്ന് പറയാൻ സാധിക്കണം. കൃപ അധികമായി ഉണ്ടാകട്ടെ. മലബാർ മഹായിടയ്ക്ക് മാത്രമല്ല, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക്
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകർ നിങ്ങളുടെ ലഭിച്ചു എന്ന് പറയാൻ ഈ സഭയ്ക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് ജന്മം തന്ന സഭകൾക്ക് സാധിക്കട്ടെ. ദൈവത്താൽ ഞാൻ കൈവപ്പ് നടത്തിയതുകൊണ്ട് 3 മിടുക്കരായ വിശ്വസ്തരായ വിശുദ്ധിയുള്ള ശുശ്രൂഷകരെ മലബാർ മഹായുടേക്ക് ലഭിച്ചു എന്ന് അഭിവന്ദ്യ തിരുമേനിക്ക് പറയാൻ സാധിക്കട്ടെ. ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൃത്യമായി എന്ന് PMCക്ക് പറയാൻ സാധിക്കട്ടെ. വൈദിക സെക്രട്ടറി ആകുമ്പോഴും അൽമായ സെക്രട്ടറി ആകുമ്പോഴും ഞങ്ങൾ പ്രസന്റ് ചെയ്തവർ ഈ സഭയുടെ മുത്തുകളാണെന്ന് പറയാൻ ഒരു ഭാഗ്യമുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ. വന്നു ചേർന്ന സകലർക്കും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ. കൂട്ട് സഹോദരനായ സാമച്ചനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, വചനം കേട്ടതനുസരിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണം. ഓർഡിനേഷന് വേണ്ടി, കൈവപ്പിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സഹോദരന്മാരെ അനുഗ്രഹിക്കണം. കുറവുകളെല്ലാം കർത്താവ് ഞങ്ങളോട് പൊറുക്കണം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ.